റോക്കി പോലെയുള്ള ബോക്സിംഗ് മൂവി ഫ്രാഞ്ചൈസിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയാവുന്ന മൂവി ഫ്രാഞ്ചൈസ് ആണ് കുങ്ഫുവും കരാട്ടയും ഒക്കെയുള്ള കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസ്. സ്പോർട്സ് ഡ്രാമകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ നായകന് സ്വന്തം കഴിവുകൾ ഫൈറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും പിന്നെ ട്രെയിനിങ് മൊണ്ടാജുകളും തുടക്കത്തിൽ നേരിടുന്ന തിരിച്ചടികളും പിന്നീട് തിരിച്ചു വരുന്നതുമായിട്ടുള്ള ഇതിലെ ഭൂരിഭാഗം സിനിമകളും എന്റർടൈൻമെന്റിന്റെയും മോട്ടിവേഷന്റെയും ഒരു കോമ്പിനേഷൻ ആകുന്ന സിനിമകളാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കരാട്ടെ കിഡ് ലെജൻഡ്സ്, ജാക്കി ചാൻ വന്നിട്ടുള്ള ഒരു സിനിമയും റാൽഫ് മാക്കിയോ ഉള്ള ബാക്കി സിനിമകളെയും കമ്പൈൻ ചെയ്യാൻ നോക്കുന്ന ഒരു ശ്രമമാണ്. അൾട്ടിമേറ്റ്ലി കരാട്ടെ കിഡ് സിനിമകളിൽ വർക്കാകുന്ന ലൈഫ് ലെസൺ ഭാഗത്തെ ഏറെക്കുറെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു സിനിമയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രധാന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ നർമ്മ സംഭാഷണങ്ങളിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കരാട്ടെ കിഡ് ലെജൻഡ്സ് അനായാസം കണ്ടിരിക്കാം. പക്ഷെ ഓർത്തിരിക്കാൻ കാര്യമായി ഒന്നും തന്നെ ഇല്ലാത്തൊരു സിനിമയായിട്ട് ഇത് ഒതുങ്ങുന്നുണ്ട്. ജാക്കി ചാൻ അവതരിപ്പിച്ച ഹാൻ എന്ന കഥാപാത്രത്തിന്റെ മരുമകളുടെ മകനായിട്ടുള്ള ലീ ഫോങ് ആണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ഹാനിന്റെ അണ്ടറിൽ ബെയ്ജിങ്ങിൽ കങ്ഫു പരിശീലിച്ചിരുന്ന ലീ അവന്റെ അമ്മ ന്യൂയോർക്കിലേക്ക് താമസം മാറിയപ്പോൾ രാജ്യവും കുങ്ഫുവും ഒക്കെ ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ പോവുകയാണ്. ന്യൂയോർക്ക് നഗരത്തിൽ എത്തിയതിനു ശേഷം ലീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ന്യൂയോർക്കിലെ ആദ്യ ദിവസങ്ങളിൽ മിയ എന്ന പെൺകുട്ടിയോടും അവളുടെ അച്ഛനായിട്ടുള്ള വിക്ടറിനോടും ലീ അടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തുള്ള ഹ്യൂമറും അതിലെ സംഭാഷണങ്ങളുടെയും സീനുകളുടെയും ഒഴുക്കും അത്യാവശ്യം രസകരമാണ്. സത്യം പറഞ്ഞ ആ ഭാഗം കണ്ടപ്പോൾ അവർ ഇതേ കാസ്റ്റിനെ ഉപയോഗിച്ചിട്ട് ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ എന്ന് തോന്നി. കഥയുടെ പോക്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവവും ഇല്ല. ഏറെക്കുറെ എല്ലാ അമേരിക്കൻ കോളേജ് സ്റ്റോറികളിലും കാണുന്ന നിഷ്കളങ്കനായ കാമുകനെ ബുള്ളി ചെയ്യുന്ന വില്ലനായിട്ടുള്ള കാമുകിയുടെ എക്സ് ലവർ പരിപാടിയൊക്കെ ഇവിടെയും ഉണ്ട്. ഒരുപക്ഷെ ഇതിനെ ആളുകൾ ക്ലീഷേ എന്ന് വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം നായകനെ ഒരു ഘട്ടത്തിൽ ചൈനീസ് പീറ്റർ പാർക്കർ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനുശേഷം ഈ സിനിമയിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള മിസ്റ്റർ ഹാനിന്റെയും ഡാനിയൽ ലെറൂസോയുടെയും ഒത്തുചേരൽ കാണിക്കുന്നുണ്ട്. കരാട്ടയെയും കുങ്ഫുവിനെയും 1 ട്രീ 2 ബ്രാഞ്ചസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് സാമാന്യം ബോറാകുന്നുണ്ട്. ബെൻ വോങ് ആണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ലീയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സിനിമയുടെ തുടക്കത്തിലുള്ള രസകരമായ സംഭാഷണങ്ങളൊക്കെയുള്ള ഏരിയയിൽ അനായാസം പെർഫോം ചെയ്തു പോകുന്നുണ്ട് ബെൻ. ഒരു റൊമാൻറ്റിക് കോമഡിയിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ആക്ടറാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആ ഭാഗത്തെ പെർഫോമൻസിന്റെ ഒരു എനർജി. വിൻറ്റേജ് ജാക്കി ചാൻ മോഡലിലുള്ള ഒരു ഫൈറ്റ് ബെന്നിനെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ ഇതിന്റെ മേക്കേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ജാക്കി ചാനും റാൽഫ് മാക്യോയ്ക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഹീറോയുടെ ട്രെയിനിങ് സീക്വൻസുകളിൽ ഇടത്തും വലത്തും നിന്ന് ഉപദേശം കൊടുക്കുന്നത് മാത്രമാണ് ഇവരുടെ മെയിൻ പരിപാടി. വിക്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോഷുവ ജാക്സണും മിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സാഡി സ്റ്റാൻലിയുമാണ് കുറച്ചെങ്കിലും പെർഫോം ചെയ്യാനുള്ള മറ്റു താരങ്ങൾ. ജൊനാഥൻ എൻവിസിൽ സംവിധാനവും റോബ് ലൈബർ രചനയും നിർവഹിച്ചിട്ടുള്ള ഈ സിനിമ കാര്യമായ റീ ഇൻവെൻഷനൊന്നും ശ്രമിക്കുന്നില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന എമിഗ്രൻ്റായ പയ്യന് ന്യൂയോർക്കിലുള്ള പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്ന റൊമാൻറ്റിക് കോമഡി ഐഡിയ കരാട്ടെ കിഡ് സിനിമ എഴുതാൻ അവസരം കിട്ടിയപ്പോൾ സ്വല്പം പൊളിച്ചെഴുതി കരാട്ടെ കിഡിൽ എന്തായാലും ഉണ്ടാകേണ്ട ഫോർമുല സാധനങ്ങളെ കുത്തിക്കയറ്റിയിട്ട് റോബ് ലൈബർ ഒരു തിരക്കഥ തട്ടിക്കൂട്ടിയതുപോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഈ തട്ടിക്കൂട്ട് നമുക്ക് ഏറ്റവും പ്രകടമായിട്ട് കാണാൻ പറ്റുക ക്ലൈമാക്സിന്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള ഫൈറ്റിനുള്ള പ്രിപ്പറേഷനും ഫൈറ്റും കാണിക്കുന്ന ഭാഗങ്ങളിലാണ്. ഫ്രാഞ്ചൈസിനുള്ള പേര് പരമാവധി മുതലെടുത്ത് പൈസ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് നിർമ്മാതാക്കളുടെ പ്രാഥമിക ലക്ഷ്യം. ആദ്യമായിട്ട് ഒരു കരാട്ടെ കിഡ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു കുട്ടിക്ക് ഈ സിനിമയിലെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോമഡികളും പിന്നെ നിലവിലെ ചാമ്പ്യനെ അടിച്ചു താഴെയിട്ട് കോമ്പറ്റീഷൻ ജയിക്കുന്ന അണ്ടർഡോഗ് നായകൻ എന്ന ക്ലീഷേ പരിപാടികളും സാമാന്യം രസകരമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഈ ടെംപ്ലേറ്റിന്റെ കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഉള്ള മറ്റ് പല പല വേർഷനുകളും കണ്ടിട്ടുള്ളവർക്ക് കാര്യമായ ടേക്ക് അവേകൾ ഒന്നുമില്ലാത്ത, ക്രിയേറ്റീവ്ലി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഫോർമുല സിനിമയാണ് കരാട്ടെ കിഡ് ലെജൻഡ്സ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്